റീനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കിഡിലൻ സ്നാക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ബ്രെഡ് ബോൾസിന് വേണ്ടിയിട്ട് ഞാൻ 300 ഗ്രാം ബോൺലെസ് ചിക്കന് എടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഇത് വെന്ത് വരട്ടെ. പിന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള കുക്കുംബർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു പൊട്ടാറ്റോ പുഴുങ്ങിയെടുത്തിട്ട് നല്ലപോലെ ഉടച്ചു വെച്ചതാണിത്, അതും ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ട് നമുക്കിത് ചൂടാറിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂൺ സോയാ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മയോനൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വെളുത്തുള്ളി ഒന്ന് നടുകെ കട്ട് ചെയ്തതാണ്, അത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മുട്ടേൻ്റെ വെള്ള മാത്രം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നുള്ളു ഉപ്പും ചേർത്ത് ആദ്യം ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അത് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും 2 ടീസ്പൂൺ അളവിൽ നമ്മൾ സുർക്കയും ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് വരെ ഒന്ന് അടിച്ചെടുത്താൽ നമുക്ക് നല്ല തിക്കായിട്ട് മയോനൈസ് റെഡിയായി കിട്ടും. അപ്പം ഇനി മയോനൈസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 4-5 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ബ്രെഡിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ്. കുറച്ച് ബ്രെഡ് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബ്രെഡിൻ്റെ അരികൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റണം. ഇതിൻ്റെ സൈഡൊക്കെ ഉണ്ടായാൽ നമുക്ക് ബ്രെഡ് ബോൾ തയ്യാറാക്കാൻ അതിങ്ങനെ റോളാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്ത് മാറ്റുന്നത്. ഒരു പ്ലേറ്റിൽ ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഈ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് കൈ വെച്ചിട്ട് നല്ലൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് പോയി കിട്ടണം. ബ്രെഡ് പൊട്ടിപ്പോകാതെ നോക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ചിട്ട് ഇതിങ്ങനെ മടക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. എന്നിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ബ്രെഡ് പൊടിയിലിട്ടിട്ട് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇതിലിട്ടിട്ട് പതുക്കെ ഒന്നത് ഉരുട്ടിയെടുത്താൽ മതി. ഇതുപോലെ ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കുക. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായിട്ട് ഇതിലേക്ക് ഓരോ ബൗൾ ഇട്ട് കൊടുക്കുക. 1-2 മിനിറ്റ് നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. കാരണം ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 മിനിറ്റ് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇത് എടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ക്രഞ്ചി ആയിട്ടുള്ള അടിപൊളി ബ്രെഡ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫില്ലിങ് നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക.